എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പൈലർ ഫേസസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പഠിച്ചത് ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ് ആൻഡ് സെമാൻറ്റിക് അനാലിസിസ്. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, കോഡ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് കോഡ് ജനറേഷൻ. സോ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഫേസിൽ കമ്പൈലർ ഒരു ഇന്റർമീഡിയറ്റ് കോഡാണെന്ത് ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കമ്പൈലർ എന്താണ്, ഒരു ഇന്റർമീഡിയറ്റ് കോഡാണെന്ത് ജനറേറ്റ് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിന്റെയും മെഷീൻ ലാംഗ്വേജിന്റെയും ഇടയിലാണെന്ത് ഈ ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ടാർഗറ്റായ മെഷീൻ കോഡിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു അനോട്ടേറ്റഡ് പാർസ് ട്രീയിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം അല്ലേ ഈ ഒരു 15നെ റിയലിലേക്ക് കൺവേർട്ട് ചെയ്ത വാല്യൂന് എന്ത് ചെയ്യും, ഒരു ടെമ്പററി വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. സോ temp1 ഈക്വൽ ടു അല്ലേ ഇൻറ്റു ടു റിയൽ ഓഫ് 50. അപ്പം 50നെ ഇന്ത്യയിൽ നിന്ന് റിയലിലേക്ക് കൺവേർട്ട് ചെയ്ത വാല്യൂനെ എന്തിലേക്ക് അസൈൻ ചെയ്യും, ഈ ഒരു temp1 എന്ന ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ദെൻ എന്താ ചെയ്യുന്നത്, ഈ ID3 ഇൻറ്റു എന്താണ് ആ ഒരു ഇത് temp1 ഉള്ള പോലെ, അപ്പോൾ ID3 ഇൻറ്റു temp1 അല്ലേ, അതിനെന്ത് ചെയ്യും, ഒരു temp2 എന്ന വേരിയബിളിലേക്ക് എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. സോ temp2 ഈക്വൽ ടു എന്താണ് ID3 ഇൻറ്റു temp1. സോ ഇവിടെ വരെ ആയില്ലേ. അപ്പോൾ temp2 ഈക്വൽ ടു ID3 ഇൻറ്റു temp1. ദെൻ എന്താണ് ഈ ഒരു ID2 പ്ലസ് അല്ലെ എന്ത് വരുന്നുണ്ട്, ഈ ഒരു temp2 അല്ലേ, ഇതിപ്പോൾ എന്താണ് temp2 ആണ്. സോ ഇത് ID2 പ്ലസ് temp2 അല്ലേ. അപ്പൊ അതിനെന്ത് ചെയ്യും, ഒരു temp3ലേക്ക് എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. സോ temp3 ഈക്വൽ ടു ID2 പ്ലസ് temp2 ആയി. അപ്പം temp3 ഈക്വൽ ടു എന്താണ് ID2 പ്ലസ് എന്താണ് temp2 ആണ് അല്ലേ. ദെൻ എന്താണ് ഈ temp3നെ എങ്ങോട്ടേക്ക് അസൈൻ ചെയ്യും, ID1ലേക്ക് അസൈൻ ചെയ്യും അല്ലേ. അപ്പോൾ temp3നെ എങ്ങോട്ട് അസൈൻ ചെയ്യാണ്, ID1ലേക്ക് അസൈൻ ചെയ്യാണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുക. ദെൻ കോഡ് ഒപ്റ്റിമൈസേഷൻ അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഒരു ഓപ്ഷണൽ ഫേസ് ആണ്. ദെൻ ഇന്റർമീഡിയറ്റ് കോഡ് ആണെന്ത് കോഡ് ഒപ്റ്റിമൈസേഷന്റെ ഇൻപുട്ട്. സോ കോഡ് ഒപ്റ്റിമൈസേഷന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർമീഡിയറ്റ് കോഡാണ്. ഇന്റർമീഡിയറ്റ് കോഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കോഡ് ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതുവഴി ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യാൻ കഴിയുകയും കുറഞ്ഞ മെമ്മറി മാത്രമേ ഇവിടെ കൺസ്യൂം ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. ദെൻ അൺനെസസറി ആയ ലൈൻസ് ഓഫ് കോഡ്, അൺറീച്ചബിൾ ലൈൻസ് ഓഫ് കോഡ്, സബ് എക്സ്പ്രഷൻസ് തുടങ്ങിയവയെ റിമൂവ് ചെയ്ത് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്പീഡപ്പ് ആക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ്മെന്റ് സീക്വൻസ് ഇവിടെ അറേഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ അൺനെസസറി ആയ ലൈൻസ് ഓഫ് കോഡ്, ദെൻ എന്താണ് സബ് എക്സ്പ്രഷൻസ്, അൺറീച്ചബിൾ ലൈൻസ് ഓഫ് കോഡ് അല്ലേ തുടങ്ങിയവയൊക്കെ റിമൂവ് ചെയ്ത് എന്ത് ചെയ്യും, പ്രോഗ്രാം എക്സിക്യൂഷൻ ഒന്നും കൂടെ സ്പീഡപ്പ് ആക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, ഇവിടെ സ്റ്റേറ്റ്മെന്റ് സീക്വൻസ് അറേഞ്ച് ചെയ്യും. സോ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സീക്വൻസ് അറേഞ്ച് ചെയ്യാൻ നോക്കാം. നമുക്കറിയാലേ നമ്മുടെ എക്സ്പ്രഷൻ ശരിക്കും എന്തായിരുന്നു, ID1 ഈക്വൽ ടു എന്താണ് ID2 പ്ലസ് എന്താണ് ID3 ഇൻറ്റു 50 അല്ലേ. അപ്പോൾ ID1 ഈക്വൽ ടു ID2 പ്ലസ് ID3 ഇൻറ്റു 50 ആണ്. നമുക്ക് നോക്കാം അല്ലേ, ഈ ID3 ഇൻറ്റു 50 ഇല്ലേ, അതിനെന്ത് ചെയ്യും, temp1ലേക്ക് അസൈൻ ചെയ്യും. ID3 ഇൻറ്റു 50 അതവിടെ ചെയ്തത് ID3 ഇൻറ്റു 50 എന്ത് ചെയ്യും, temp1ലേക്ക് അസൈൻ ചെയ്യും. ദെൻ ഇവിടെ നോക്കാം അല്ലേ, അപ്പോൾ ID1 ഈക്വൽ ടു ID2 പ്ലസ് എന്താണ് ഈ ഒരു temp1 ആണ്. അപ്പോൾ അത് ചെയ്താൽ എന്തായി, ID1 ഈക്വൽ ടു ID2 പ്ലസ് temp1 അല്ലേ. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് കോഡ് ഒപ്റ്റിമൈസ് ആയിട്ട് കിട്ടും. സോ ഈ ഒരു അല്ലേ ഇന്റർമീഡിയറ്റ് കോഡിന് എന്ത് ചെയ്യും, കോഡ് ഒപ്റ്റിമൈസേഷൻ വഴി എന്ത് ചെയ്യും, ഈ ഒരു ഒപ്റ്റിമൈസ്ഡ് കോഡായിട്ട് കിട്ടും. കോഡ് ജനറേഷൻ ഈസ് ദി ഫൈനൽ സ്റ്റേജ് ഓഫ് കമ്പൈലേഷൻ പ്രോസസ് അല്ലേ. അപ്പൊ കമ്പൈലേഷൻ പ്രോസസ്സിന്റെ ഫൈനൽ സ്റ്റേജ് ആണെന്ത് കോഡ് ജനറേഷൻ. അപ്പൊ ഇതിന്റെ ഇൻപുട്ട് എന്താണ്, ഒപ്റ്റിമൈസ്ഡ് ഇന്റർമീഡിയറ്റ് കോഡാണ് അല്ലേ. നമ്മൾ നേരത്തെ ഫേസ് കണ്ട ഒപ്റ്റിമൈസ്ഡ് ഇന്റർമീഡിയറ്റ് കോഡാണെന്ത് ഈ കോഡ് ജനറേഷന്റെ ഇൻപുട്ട്. സോ ആ ഒരു ഇൻപുട്ടിനെ കോഡ് ജനറേറ്റർ ടാർഗറ്റ് മെഷീൻ ലാംഗ്വേജിലേക്ക് മാപ്പ് ചെയ്യും. സോ കോഡ് ജനറേറ്റർ എന്താ ചെയ്യുന്നത്, ഒപ്റ്റിമൈസ്ഡ് ഇന്റർമീഡിയറ്റ് കോഡിന് എന്ത് ചെയ്യും, മെഷീൻ ലാംഗ്വേജിലേക്ക് മാപ്പ് ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മുടെ എക്സ്പ്രഷൻ എന്തേനി, ID1 ഈക്വൽ ടു ID2 പ്ലസ് എന്താണ് ID3 ഇൻറ്റു 50 ആണ് അല്ലേ. ഇനി നോക്കാം അല്ലേ, ഇവിടുത്തെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്താണ്, മൂവ് എഫ് ID3, R2. അതായത് ID3ന്റെ വാല്യൂ അല്ലേ അത് എന്തിലേക്കാണ് മൂവ് ചെയ്യുന്നത്, R2 എന്ന ഒരു രജിസ്റ്ററിലേക്കാണ് എന്ത് മൂവ് ചെയ്യുന്നത്. സോ ID3ന്റെ വാല്യൂ എന്ത് ചെയ്ത് R2ലേക്ക് മൂവ് ചെയ്ത്. ദെൻ
മൾ എഫ് 50,R2. അതായത് R2ന്റെ വാല്യൂനെ 50 മൾട്ടിപ്പിൾ ചെയ്തിട്ട് എന്തിലേക്ക് സ്റ്റോർ ചെയ്യാണ്? R2ലേക്ക് സ്റ്റോർ ചെയ്യാണ് അല്ലേ? സോ ഈ ഒരു 50 അല്ലേ, അപ്പോൾ R2നെ 50 മൾട്ടിപ്പിൾ ചെയ്തിട്ട് എന്തിലേക്ക് സ്റ്റോർ ചെയ്യും? R2ലേക്ക് സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് എന്താണ്? മൂവ് ഓഫ് ID2, R1 അല്ലേ? അതായത് ഈ ID2ന്റെ വാല്യൂനെ ഏതിലേക്ക് മൂവ് ചെയ്യും? R1 എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യും. ID2ന്റെ വാല്യൂനെ R1 എന്ന രജിസ്റ്ററിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. സോ മൂവ് എഫ് ID2, R1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ID2ന്റെ വാല്യൂനെ എന്ത് ചെയ്യും? R1ലേക്ക് മൂവ് ചെയ്യും. ദെൻ ആഡ് എഫ് R2, R1 അല്ലേ? അതായത് ഈ R1ന്റെ വാല്യൂവും R2ന്റെ വാല്യൂവും കൂടെ ആഡ് ചെയ്തിട്ട് ഏതിലേക്കാണ് സ്റ്റോർ ചെയ്യുക? R1ലേക്കാണ് എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. അപ്പം ആഡ് എഫ് R2, R1 എന്ന് പറഞ്ഞതാണ് ഈ R1ന്റെ വാല്യൂവും R2ന്റെ വാല്യൂ അല്ലേ, രണ്ട് രജിസ്റ്റർ വാല്യൂ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഏതിലേക്കാണ് സ്റ്റോർ ചെയ്യുക? R1ലേക്കാണ് എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. ദെൻ ലാസ്റ്റത്തെ എക്സ്പ്രഷൻ എന്താണ്? മൂവ് എഫ് R1, ID1 അല്ലേ? അതായത് ഈ R1ന്റെ വാല്യൂനെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ID1ലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. R1ന്റെ വാല്യൂ എന്ത് ചെയ്യും? ID1ലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും.